ഓണസദ്യ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് സംഭാരമായാലോ? ദഹനത്തിനും ദാഹത്തിനുമൊക്കെ വളരെ നല്ലതാണ് ഈ സംഭാരം. ഇതിൽ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് അളവിലാണ് ഞാനിത് കാണിക്കുന്നത്. സംഭാരം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഇലയും തണ്ടും എടുത്തിട്ടുണ്ട്. ഇലയായിരിക്കണം കൂടുതൽ, തണ്ട് അധികം മൂത്തിട്ടില്ലാത്ത ഇളം തണ്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളത് എടുത്താൽ മതി. ഇനി ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, 2 പച്ചമുളക്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയിൽ ചെറിയ ജാറിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ചതച്ച് ചേർക്കാം. കല്ലുണ്ടെങ്കിൽ അതിലൊന്ന് ചതച്ച് ചേർക്കാം. പക്ഷേ ചതച്ച് ചേർച്ചാൽ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ വായിൽ തടയും കറിവേപ്പിലേക്ക്. അതുകൊണ്ടാണ് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഇനി എല്ലാം ഞാൻ മിക്സി ജാറിലോട്ട് മാറ്റി. ഇനി നമുക്ക് തൈരൊന്ന് അളന്നൊഴിക്കാം. ഞാൻ 1/2 ലിറ്റർ തൈര് ഒഴിക്കുന്നുണ്ട്. തൈരിന് ചെറിയൊരു പുളി ഉണ്ടാവണം. ഒരുപാട് പുളിയും പാടില്ല, എന്നാൽ ഒട്ടും പുളിയില്ലാതെ പാടില്ല. അപ്പോൾ ചെറിയൊരു പുളിയുള്ള രീതിയിൽ വേണം തൈരെടുക്കാൻ. ഞാനിത് ഉടച്ചു കൊടുത്തിട്ടില്ല, ഇനി വേണം ഒന്ന് കടഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതിൽ 2 കപ്പ് തൈര് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് 240 ml കപ്പാണ്. തൈര് അളന്ന് ഒഴിച്ച ശേഷം അതിൽ നിന്ന് തന്നെ ഞാൻ ഒരു വലിയ സ്പൂൺ തൈര് ഞാൻ മിക്സിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് അരച്ചിട്ട് വരാം. ഇനി തൈരൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് കടഞ്ഞെടുക്കണം. അതിലെ കട്ടകളൊക്കെ ഒന്ന് മാറ്റണം. ഇതുപോലെ മത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ വലിയ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ 2 കപ്പ് തൈര് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ചേർക്കുകയാണ്. ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പകുതി ഐസ് വാട്ടറും ബാക്കി ഐസ് ക്യൂബുമായിട്ടും ചേർത്ത് കൊടുക്കാം. മിക്സിയിലാണെങ്കിൽ വലിയ ജാർ മിക്സിയിൽ 2 പ്രാവശ്യമായിട്ടോ അടിച്ചെടുക്കാം. കാരണം ഒരുമിച്ചാണെങ്കിൽ അത് തെറിക്കും. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മല്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് ചേർത്ത് അരച്ചത് കൊണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പോ എരിവോ ചേർത്ത് കൊടുക്കാം. എരിവ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ അതേ മിക്സിയിൽ തന്നെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള സംഭാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്